അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, ഇപ്പോൾ പത്മകുമാർ വീണ്ടും SIT കസ്റ്റഡിയിലുണ്ട്. നാളെ വൈകിട്ട് 5 വരെ ഇപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നോക്കൂ, ഹൈക്കോടതി അനുവദിച്ച സമയപരിധി 6 ആഴ്ച സമയപരിധി നാളെ അവസാനിക്കുകയാണ്. അപ്പോൾ വരുന്ന മണിക്കൂറുകൾ നാളെ വൈകിട്ട് 5 വരെ, അതിനുശേഷം അങ്ങോട്ട് തെരഞ്ഞെടുപ്പിന് മുൻപത്തെ ഈ കാലത്ത് ആശങ്ക മുഴുവൻ കടകംപള്ളിക്കും CPM-നുമോ? അല്ല കൃഷ്ണരാജ്, ഇതിൽ CPM-ന് ഒരു തരത്തിലുള്ള ആശങ്കയുടെ അടിസ്ഥാനവും ഇല്ല എന്ന് കരുതുന്ന ഒരാളാണ്. എന്തുകൊണ്ടെന്നാൽ ഈ അന്വേഷണം ഇനിഷ്യേറ്റ് ചെയ്യുന്നത് തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് വിഭാഗമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് വിഭാഗം എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള ഒരു SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ നടത്തുന്ന അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ക്രമക്കേടുകൾ ശബരിമലയിൽ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വസ്തുതാപരമായി ബോധ്യപ്പെടുത്തുന്നതും അതിനെ തുടർന്നാണ് ഈ അന്വേഷണം ആരംഭിച്ചിട്ടുള്ളതും എന്നുള്ളത് വസ്തുതയാണെന്നിരിക്കെ അത് പലപ്പോഴും അല്ല, നിശ്ചയമായും ഞാനതിൽ വ്യത്യസ്തമായ അഭിപ്രായമുള്ളതാണ്. ഹൈക്കോടതി മേൽനോട്ടത്തിൽ നടത്തുന്ന അന്വേഷണം തന്നെയാണ്. പക്ഷേ എന്റെ പക്ഷം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ നടത്തുന്ന മേൽനോട്ടം എന്ന് പറയുന്നത് അതിരുകടന്ന മേൽനോട്ടമാണ് എന്ന ഒരു പക്ഷമുള്ള ആളാണ്. കാരണം നിങ്ങളുടെ വഴിക്ക് ഞാനതിന്റെ രാഷ്ട്രീയം അങ്ങനല്ല, ഞാൻ ഒരു കാരണവശാലും അതിനെ രാഷ്ട്രീയമായി കാണരുത്. രാഷ്ട്രീയമായല്ല ഞാൻ അതിനെ വിലയിരുത്തുന്നത്, നിയമപരമായി വിലയിരുത്തുകയാണ്. കാരണം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ 528 വകുപ്പ് പ്രകാരമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ഈ വിശിഷ്യ അധികാരമുള്ളത്. ഏതെങ്കിലും ഒരു കേസിൽ അന്വേഷണത്തിന്റെ മേൽനോട്ടം നടത്തുക എന്നുള്ളതിന്റെ അധികാരം നൽകുന്നത് 528 BNSS പ്രകാരമാണ്. പക്ഷേ ആ അന്വേഷണ മേൽനോട്ടം എന്ന് പറയുന്നത് ഒരു അന്വേഷണം എങ്ങനെ നടക്കണമെന്നും ആരിലേക്കൊക്കെ എത്തണമെന്നും ഡിക്റ്റേറ്റ് ചെയ്യാനുള്ള അധികാരം ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്കില്ല എന്ന് കരുതുന്ന ഒരാളാണ്. ആ വിമർശനം എനിക്ക് അത് പോയില്ലെങ്കിൽ ചൂണ്ടിക്കാട്ടാൻ പറ്റുമല്ലോ. ഒരു കാരണവശാലും ഹൈക്കോടതിക്ക് അതില്ല. അതാണ് അന്വേഷണ ഏജൻസികളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. സുപ്രീം കോടതിയുടെ സുപ്രധാനമായ നിരവധി വിധികൾ ഇക്കാര്യത്തിലുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇക്കാര്യത്തിൽ അതിരുകടന്ന ആവേശം കാണിച്ചു എന്നൊരു തോന്നലുള്ള ആളാണ് ഞാൻ. അപ്പോൾ അത്തരത്തിൽ ആ ആവേശത്തെ ഇങ്ങനെ വലിയ രീതിയിൽ നിങ്ങൾ അഭിനന്ദിക്കുമ്പോൾ ആ അഭിനന്ദനം അർഹിക്കുന്നതാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം അതിനെ രാഷ്ട്രീയമായി പരിശോധിക്കില്ല. കാരണം അതൊരു നിയമപരമായ പ്രശ്നമാണ്. ആ നിയമപരമായ പ്രശ്നം ഭാവിയിൽ ഈ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരുകളുടെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് മേൽ ഉള്ള കടിഞ്ഞാണായി മാറും എന്നുള്ളതാണ്. കാര്യം നമ്മളൊരു വലിയ ഭരണഘടനാപരമായി നമ്മുടെ 3 സ്ഥാപനങ്ങളും ഒരു പ്രത്യേക രീതിയിൽ അനുപാതത്തിൽ എക്വിലേറ്റ് ചെയ്ത് പോകുന്ന ഒരു സ്ഥാപനങ്ങളാണ്. ജുഡീഷ്യറി ആണെങ്കിലും എക്സിക്യൂട്ടീവ് ആണെങ്കിലും ലെജിസ്ലേച്ചർ ആണെങ്കിലും ഒന്നിനുമേൽ കടന്നു കയറാതിരിക്കുക എന്നുള്ളതിന് വളരെ കൃത്യമായി ഭാവനാത്മകമായി തന്നെയാണ് ഭരണഘടനയിൽ എഴുതി വെക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിര് കടന്നു പോകുന്ന ഘട്ടത്തിൽ അതിനെ വിമർശിക്കുക എന്ന് പറയുന്നത് ഏതൊരു പൗരബോധമുള്ള ഒരു ജനത്തിൻ്റെയും അല്ലെങ്കിൽ പൗരബോധമുള്ള ഒരു പൗരന്റെയും അവകാശമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളെന്ന നിലയിലാണ് ഞാൻ ഈ വിമർശനം ഉന്നയിക്കുന്നത്. അതിനെ രാഷ്ട്രീയമായി കാണുന്നത്. കാരണം ഇപ്പോൾ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റെ ചിന്തകൾ നിൽക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വിശിഷ്യ CPM രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ കഴിയുകയാണ്. ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് പോലീസ് കസ്റ്റഡിയിൽ കഴിയുമ്പോൾ സ്വാഭാവികമായും പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള വേദന കൊണ്ട് പറയുന്നതാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഞാൻ നേരത്തെ ശ്രീ അനിൽ പറഞ്ഞത് ഒരു കാരണവശാൽ അങ്ങനെയല്ല അതിനെ വീക്ഷിക്കേണ്ട കൃഷ്ണകുമാർ. അതിൽ ഞാൻ കാണുന്നത് മറ്റൊരർത്ഥത്തിലാണ് എന്നുള്ളതാണ്. നേരത്തെ ശ്രീ അനിൽ പറഞ്ഞതുപോലെ നിങ്ങൾ എപ്പോഴും ഈ പറയുന്നത്, ഞാൻ എപ്പോഴും വാസു സാർ എന്ന് തന്നെ ആവർത്തിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം ഇക്കാര്യത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഉറച്ച ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. എന്തെന്നാൽ അങ്ങേക്കറിയാം 16/2/2019 ഇത് സംബന്ധിച്ച് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഒരു കത്ത് വരുന്നത്. ആ കത്ത് പലയാവർത്തി പറഞ്ഞു പോയത് കൊണ്ടാണ് ആ കത്ത് ബോർഡിന്റെ ഉത്തരവായി വരുന്നത് 20/3/2019 14/3/2019 തന്നെ ഈ വാസു സാറ് കമ്മീഷണർ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം അവസാനിപ്പിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങ് നേരത്തെ പറയുന്ന SIT സംഘമാണ് കുഴപ്പം, അവരാണ് കുഴപ്പക്കാർ.
അക്കാര്യത്തിൽ വാസു സാറിന്റെ അറസ്റ്റിലേക്ക് നയിച്ച കാര്യത്തിൽ SITക്ക് പിശക് പറ്റി എന്ന് അല്ല, തന്നെ അങ്ങ് കരുതുന്നു. നേരത്തെ SIT സംഘത്തെ പുകഴ്ത്തി. അല്ല അല്ല ഞാൻ പറഞ്ഞല്ലോ, SIT നടത്തുന്ന അന്വേഷണം ഒരു അന്വേഷണ ഏജൻസി നടത്തുന്ന അന്വേഷണത്തെ എല്ലാ അർത്ഥത്തിലും അവർ നടത്തിയിട്ടുള്ള പ്രവൃത്തികളെ കൈയടിക്കുക എന്നുള്ളതല്ലല്ലോ നമ്മുടെ ഓരോരുത്തരുടെയും അപ്പൊ ഇപ്പൊ അങ്ങ് ഹൈക്കോടതിക്കും കൈയടിക്കുന്നില്ല, പിശക് എന്ന് SIT സംഘത്തിനും പറയാനുള്ള ആർജവം കൈയടിക്കുന്നില്ല. നമുക്കുണ്ട്. അല്ല, ആ പിശകുണ്ടെങ്കിൽ പിശക് തിരുത്തി ചൂണ്ടിക്കാണിക്കുക. അത്തരത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെടേണ്ട ഒരു പിശകായിരുന്നു വാസു സാറിന്റെ അറസ്റ്റ് എന്ന് ഉറച്ച ബോധ്യമുള്ള ഒരാളാണ് ഞാൻ വിചാരിക്കുന്നത്. വാസു സാറിന് ഒരു ഇൻഅഡ്വർട്ടന്റ് മിസ്റ്റേക്ക്, ബോധപൂർവമല്ലാത്ത വീഴ്ച അല്ലെങ്കിൽ തെറ്റ്, ഇതിനപ്പുറം ഇക്കാര്യത്തിൽ യാതൊരു കോൺസ്പിറസി ഉണ്ടെന്നോ ഞാൻ ദേവസ്വം കമ്മീഷണറായി പടിയിറങ്ങിയ ശേഷം ദേവസ്വം പ്രസിഡന്റായി ചുമതലയേൽക്കുന്നതിന് മുൻപ് സംഭവിച്ചതാണ് ഈ കാര്യങ്ങളെന്നൊക്കെ എൻ വാസു വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞിരുന്നു. അങ്ങനെ വെറുതെ എൻ വാസുവിനെ ഒരു തെറ്റും ചെയ്യാതെ ഒരു കുറ്റവും ചെയ്യാതെ SIT സംഘം അതിൻ്റെ കടിഞ്ഞാൺ ആരുടെ കയ്യിലാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. SIT സംഘം വെറുതെ രക്തസാക്ഷിയാക്കുമോ? അങ്ങനെയല്ല, അതിനെ നമ്മൾ ആ രീതിയിലല്ല വ്യാഖ്യാനിക്കേണ്ടത്. എന്തുകൊണ്ടെന്നാൽ നമുക്ക് വളരെ കൃത്യമായി ഇക്കാര്യത്തിന് മുന്നിൽ നമ്മുടെ പൊതുമണ്ഡലത്തിൽ നിരവധി തെളിവുകളുണ്ട്. ശബരിമല അയ്യപ്പൻ്റെതായിട്ടുള്ള സ്വർണം കവർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിന് രണ്ട് പക്ഷമില്ല. അത് ഞാനടക്കം എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. സ്വർണം അവിടെ നിന്ന് കവർ ചെയ്യപ്പെടുന്നത്. കവർച്ചക്കാർ ആരൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ചോദ്യം. അതിൽ വാസു സാറിന്റെ പങ്ക് എന്നുള്ളത് ഒരു ബോധപൂർവമല്ലാത്ത തെറ്റ് എന്നുള്ളതിനപ്പുറം, ഒരു പിശക് എന്നുള്ളതിനപ്പുറം ഒരു ക്രിമിനാലിറ്റി ഉണ്ട് എന്ന് കരുതുന്ന ഒരാളല്ല. പരിഹാസം ഉണ്ടായിരുന്നു. അതുപോലെ ഇതിപ്പോ അയ്യപ്പൻ കട്ടുകൊണ്ട് പോയതാണോ എന്ന സംശയമാണ് അങ്ങ് ഉന്നയിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്.